അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പുലാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ മാത്രം അതിൽ പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിന് ആവശ്യമായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ 1 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല വൈറ്റ് കളറിലുള്ള ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം 1 മണിക്കൂർ കുതിർത്ത് വെക്കണം. വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കുക. പിന്നെ 1 കിലോ ചിക്കനും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് വലിയ പീസായിട്ട് ആണ് കട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു സൈസിൽ വേണം നമുക്ക് ചിക്കനൊക്കെ എടുക്കാൻ. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വൃത്തിയാക്കി വെച്ച ചിക്കനാട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് തൈരാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് മല്ലിയില അരിഞ്ഞതും, അതുപോലെ തന്നെ 1/2 കപ്പ് പുതിനയില അരിഞ്ഞതും. ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതാണ് മെയിനായിട്ട് ചേർക്കുന്ന ഒരു ഐറ്റം. അപ്പോൾ ഇതൊരു 4 സവാള 5 സവാള ഉണ്ട് കേട്ടോ. 5 സവാള ഫ്രൈ ചെയ്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. പിന്നെ 1/2 ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ നാരങ്ങയാണെങ്കിൽ പകുതി എടുക്കുക, ചെറുതാണെങ്കിൽ 1 എടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പം ചൂടാക്കിയ നെയ്യാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ സവാള ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു നെയ്യാണ്. അപ്പം നെയ്യും ഓയിലും ഒഴിച്ചിട്ടാണ് ഞാൻ സവാള ഫ്രൈ ചെയ്തിരുന്നത്. ആ ഒരു ഓയിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറേ വെള്ളമാണ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈസ് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 ഏലക്ക, അതുപോലെ 2 കഷ്ണം പട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് 1 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് മാഗ്നേറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അടച്ച് വെക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമുക്കിത് ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇനി 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ 10 കാഷ്യൂനട്ട് 1/2 കപ്പ് പാലിൽ അരച്ച് പേസ്റ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർക്കാം. അപ്പോൾ നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ റൈസിന് വെച്ചിരുന്ന വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന ആ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസൊക്കെ ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുപ്പൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് ഇറങ്ങി വരുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വാർത്തെടുക്കാം. അതേ ടൈമിൽ നമ്മുടെ ചിക്കനും നന്നായിട്ട് വെന്ത് കുക്കായി റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകമായി കിട്ടിയ ഈ ചിക്കൻ്റെ മിക്സിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ റൈസെല്ലാം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 1/4 കപ്പ് പാലിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല മഞ്ഞ കളറായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഫ്രൈ ചെയ്ത സവാളയും കൂടെ ചേർത്തിട്ട് ഇത് അടച്ച് വെക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം. ഇപ്പോൾ ഇത് നല്ല എല്ലാ ഭാഗത്തുനിന്നും നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പുലാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഒരു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇതുപോലെ ഒരു റൈസ് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.